ദേ ഇവനെ കൊണ്ടുണ്ടല്ലോ ഒരു ശല്യം ഉണ്ടാവില്ല. ഇവനുണ്ടല്ലോ തൻ്റെ മോളെ ഞെക്കിക്കൊല്ലും. അതെന്താ താൻ എങ്ങനെ പറയുന്നത്? എൻ്റെ മോളെ ഞെക്കിക്കൊല്ലോ? അല്ല, ഇവന് സ്നേഹം കൊണ്ട് എന്താ പറയുന്നത്, സ്നേഹിച്ച് കൊല്ലുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും അല്ല. ഇതാരാണ് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ രാഹുലാണ് പറയുന്നത്. നമ്മുടെ ആരോടാണ്? നമ്മുടെ ശിവദാസനോടാണ് പറയുന്നത്. എന്തിനായിരിക്കും നമ്മുടെ രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അപ്പോൾ മാത്രമേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കല്യാണി മേഘനയോട് പറയുകയാണ്. കാരണം മേഘനയ്ക്ക് നല്ല വിഷമമുണ്ട്, നല്ല ടെൻഷനുണ്ട്. കല്യാണത്തിന് വന്നാർക്കെ മേഘനയോട് എല്ലാവരും പെരുമാറിയ ആ ഒരു രീതിയൊക്കെ എങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മേഘന പറയുകയാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി പറയുകയാണ്, അതിൻ്റെ കാര്യത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തും. അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിച്ച് മാത്രമേ തീരുള്ളൂ. നിന്നെ സ്വന്തം മോളായ നിന്നെ ഇത്രയും അകറ്റി നിർത്തുമ്പോൾ അതിൻ്റെ ഒരു ഫലം അവൾക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കല്യാണി. അതിനുശേഷം നമ്മുടെ മേഘനയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ ബഹാസുരം കാണുകയാണ്. നമ്മുടെ കല്യാണി നമ്മുടെ മേഘനയും കൂട്ടി പോകുന്നത് കാണുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അത് കണ്ടതിന് ശേഷം നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാം മനോഹറിനോട് അറിയിക്കണമല്ലോ അവർ പോയ കാര്യം. അങ്ങനെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാഹുൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശിവദാസൻ വന്നിട്ട് നമ്മുടെ നിഷയെ നമ്മുടെ മനോഹറിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ മനോഹർ നമ്മുടെ നിഷയുടെ കയ്യിൽ പിടിച്ച് മണ്ഡപത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. അതിനുശേഷം മണ്ഡപത്തിന് 3 വലം വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ മാറി നിൽക്കുന്ന സമയത്തിന് നേരെ നമ്മുടെ രാഹുൽ വന്നിട്ട് പറയുകയാണ്, വന്ന കല്യാണിയും കൂട്ടുകാരിയും, അതായത് കല്യാണിയും മേഘനയും പോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനോഹറിൻ്റെ കൂട്ടുകാരൻ സനൽ വന്നിട്ട് മനോഹറിനോട് പറയാണ്, അളിയ ഇനി മുഖമൊക്കെ എല്ലാവരും കാണട്ടെ, ഈ മുഖംമൂടിയൊക്കെ എടുത്ത് മാറ്റ്, അവിടെ വന്നു നിന്ന കക്ഷികളൊക്കെ പോയി, അതുകൊണ്ട് ഇനി നല്ല വെളിച്ചത്ത് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മനോഹർ പറയാണ്, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വേറൊരു സ്റ്റൈലിൽ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ പോകുന്ന സമയത്തിന് നമ്മുടെ രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ ഇനി എത്ര നാൾ ഇങ്ങനെ ഈ കള്ളത്തരം കൊണ്ട് നടക്കുമോ എന്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ രാഹുൽ പറയണം, എടാ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രാഹുലിനോട് മനോഹർ പറയണം, എന്തായാലും കുറച്ച് സമയം കൂടെ താനിവിടെ നിൽക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ മനോഹറും നിഷയും കൂടി ചേർന്നിട്ട് ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ പല പോസിലൊക്കെ നിന്ന് 2 പേരും ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നിഷയ്ക്ക് എത്ര ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. അപ്പോൾ മനോഹർ മനസ്സിൽ പറയണം, എന്തിനാ ഇങ്ങനെ ഇത്രയും ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടുന്നത്, എത്ര നാളത്തേക്കാ ഈ ഫോട്ടോ ഇനി സൂക്ഷിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന രാഹുൽ മനസ്സിൽ വിചാരിക്കണം, ഒരു പെരുങ്കള്ളൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എൻ്റെ പെങ്കൊച്ച എത്ര ഫോട്ടോ എടുത്താലും കൂടിപ്പോയാൽ അവൻ 1 വർഷം അതിൽ കൂടുതൽ നിൻ്റെ കൂടെ ജീവിക്കത്തില്ല, പിന്നെ എന്തിനാ ഇത്രയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ പറയുകയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുലിന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ മനോഹർ. എന്നിട്ട് പറയാണ്, നമ്മുടെ സനലിനോടും കൂട്ടാളികളോടും പറയാണ്, അല്ല ഇന്നത്തെ ഇങ്ങേരുടെ അഭിനയത്തിനെ നിങ്ങൾ 10ൽ എത്ര മാർക്ക് കൊടുക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സനൽ പറയണ, ഒരു 9 മാർക്ക് കൊടുക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയണേ, എന്നാലേ ഞാൻ ഇങ്ങേരയ്ക്ക് ഒരു 9.5 മാർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ പറയണേ, എടാ നിങ്ങൾ എനിക്ക് മാർക്കൊന്നും ഇടാനായിട്ട് നിൽക്കേണ്ട, നിങ്ങൾക്കൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, കാലം കരുതി വെച്ചിട്ടുണ്ട്, നീയൊക്കെ കണക്ക് കൂട്ടി ഇരുന്നോ, കൈ നിറച്ച് മേടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമ്മുടെ രാഹുൽ പറയുകയാണ്, നിങ്ങൾക്കുള്ളത് പിന്നെ കിട്ടിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മനോഹർ പറയണം, പിന്നെ നിങ്ങൾ ചെയ്തതിൻ്റെ അത്ര ദ്രോഹമൊന്നും ഞാൻ ആർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടേ താൻ പണ്ട് ചെയ്തതിൻ്റെയൊക്കെ ഫലമാണ് താനിപ്പോൾ ദേ ഇങ്ങനെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം മനോഹർ പറയണം, ദേ ഈ നിൽക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ആയ കാലത്തുണ്ടല്ലോ ഒരു പാവം സംസാര
പ്രതിരോധശേഷിയില്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഒരുത്തനായി നിൽക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹറിൻ്റെ കൂട്ടുകാരൻ സനലിലേക്ക് പറയുന്നതാണ്, ആഹാ അങ്ങനെ വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ മനോഹർ തന്നെയാണ് അടിപൊളി, തന്നെ പോലെ വൈകല്യത്തെ ഒന്നും പീഡിപ്പിക്കാൻ ഇവനിങ്ങനെ നിൽക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ പറയണേ, എടാ 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 ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല, നിനക്കൊന്നും വേറെ പണിയില്ലേ, വന്ന കാര്യം നടന്നല്ലോ, ഇനി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശിവദാസൻ വരികയാണ്. ശിവദാസന് ഒപ്പം തന്നെ നമ്മുടെ വിലാസിനിയൊക്കെ കൂടിയുണ്ട്. അപ്പോൾ ശിവദാസൻ വന്നിട്ട് നമ്മുടെ എല്ലാവരും ഉണ്ട്, പെൺകുട്ടിയും എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ ശിവദാസൻ വന്നിട്ട് നമ്മുടെ എന്താണ് രാഹുലിനോട് പറയുകയാണ്, രാഹുലെ സത്യം പറഞ്ഞാലുണ്ടല്ലോ മൂത്ത മോളുടെ വിവാഹം നന്നായിട്ട് നടത്തണമെന്നാണ് വിചാരിച്ചത്, പിന്നെ അത് പറ്റിയില്ല, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് പറ്റിയില്ല. പിന്നീട് നിഷയുടെ കാര്യം ഇത് അടിപൊളിയായിട്ട് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. ഈ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ഈ നാട്ടിലില്ലാത്ത രീതിയിലുള്ളൊരു വലിയ കല്യാണമായിട്ട് നടത്താനായിരുന്നു ഇരുന്നത്. അപ്പോഴേക്കും മനുമോൻ്റെ, അതായത് റോണിമോൻ്റെ റോണിമോൻ്റെ അമ്മാവൻ മരിച്ചത് കാരണം അത് അങ്ങനെയും പറ്റിയില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ആഡംബരത്തിനൊന്നും ഒരു കുറവും ഉണ്ടാവരുത്. റോണിമോനെ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഉണ്ടല്ലോ ആഡംബരപൂർണ്ണമുള്ളൊരു ജീവിതമായിരിക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. പിന്നെ എൻ്റെ മോള് ആളിത്തിരി മുൻശുദ്ധിയുള്ളവളാണ് എന്ന് കരുതിയിട്ട് അവൾ ആളൊരു പാവമാണ്, അവളുടെ ജീവിതത്തിൽ ഒരു കുറവും ഇല്ലാതെ നീ അവളെ നോക്കുന്നതൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ പറയണം, ഏയ് താൻ ഇവൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കണ്ട, ഇവനുണ്ടല്ലോ തൻ്റെ മോളെ ഞെക്കിക്കൊന്നോളും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശിവദാസൻ ഞെട്ടുകയാണ്. ശിവദാസൻ ചോദിക്കുകയാണ്, താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്താ അതിങ്ങനെ പറയാൻ, ഇങ്ങനെയാണോ പറയുന്നത്, എന്താ കാര്യം അങ്ങനെ പറഞ്ഞത്, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയണേ, ഏയ് ഞെക്കിക്കൊല്ലോ എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല, തൻ്റെ മോളെ അവൻ സ്നേഹിച്ച് കൊല്ലും എന്നാണ് ഉദ്ദേശിച്ചത്. സാധാരണ കേട്ടിട്ടില്ലേ, സ്നേഹിച്ച് കൊല്ലും, സ്നേഹം വന്നാൽ ഞെക്കിക്കൊല്ലും മുക്കിക്കൊല്ലും എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഞാനൊരു ഉപമ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയാണ്. ഞാൻ പേടിച്ചു പോയല്ലോ എന്നിങ്ങനെ പറയാണ്. ഏയ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ മിടുക്കനല്ലേ, ഇവനെ എനിക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ പറയാണ്. അപ്പോഴേ നമ്മുടെ സനൽ പറയുകയാണ്, നമ്മുടെ ശിവദാസനോട് പറയാണ്, അങ്കിള് പേടിക്കേ വേണ്ട, ദേ ഇവനുണ്ടല്ലോ അങ്കിളിൻ്റെ മകളെ ഉണ്ടല്ലോ പൊന്നു പോലെ നോക്കിക്കോളും, ഇവനുണ്ടല്ലോ അത്രയ്ക്ക് മിടുക്കനാ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കണം, എടാ നാണം കെട്ടവന്മാരെ, നിനക്കൊക്കെ പറയുന്നതിന് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടോ, നിൻ്റെയൊക്കെ സ്വഭാവത്തിനുണ്ടല്ലോ നിന്നെയൊക്കെ കാലേ വലിച്ച് നിലത്തടിക്കുക ചെയ്യേണ്ടത്, വൃത്തികെട്ടവന്മാർ എന്നിങ്ങനെ നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്തിന് നമ്മുടെ വിലാസിനി കരയുമ്പോഴത്തേക്ക് നമ്മുടെ ശിവദാസൻ ചോദിക്കുകയാണ്, നീ എന്താടി വിലാസിനി ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യുന്നത്, കണ്ടില്ലേ നമ്മുടെ മോളെ എത്ര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്, അവൾ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ നീ എന്തിന് കരഞ്ഞ് കുളമാക്കുന്നത്. അപ്പോൾ ഉടനെ വിലാസിനി പറയണം, എത്രയാണെങ്കിലും ശിവദാസൻ ചേട്ടാ ഇവൾ എൻ്റെ മോളല്ലേ, ഇവൾ എൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് പിന്നെ സങ്കടം കാണാതിരിക്കുമോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ നിഷ വന്നിട്ട് എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്, അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ്. പക്ഷേ നിഷയ്ക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ അമ്മ കരയുകയാണ്. അങ്ങനെ അതിനുശേഷം വന്നിട്ട് നമ്മുടെ ശിവദാസനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ നിഷ പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ നമ്മുടെ സരയു വിളിക്കുകയാണ്, നമ്മുടെ രാഹുലിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അച്ഛാ മനോഹരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, മനോഹരനെ എന്തിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഹുൽ പറയണം, അതിന്നവൻ്റെ കല്യാണമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സരയു ചോദിക്കണം, അച്ഛൻ എന്താ വെച്ചാൽ വട്ട് പറയുന്നോ, അച്ഛൻ്റെ വട്ടം ഒരിക്കലും തീരില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രാഹുൽ പറയുകയാണ്, അങ്ങനെയല്ല മോളെ, നമ്മൾ ബിസിനസ് ടൂറിനായിട്ട് വന്നതാണല്ലോ, ബിസിനസ്സിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നതാണല്ലോ, അപ്പോൾ അവന് അർജൻറ്റായിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞു, അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് വന്നതാണ്. എന്നാലേ അച്ഛൻ ഈ ഫോൺ അങ്ങ് അയാളെ കൊണ്ട് കൊടുത്താണ്, എത്ര വിളിച്ചിട്ട് മനുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല, മനുവേട്ടനെ കൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ രാഹുൽ പറയണം, അയ്യോ അവനെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ കൊടുക്കാം, ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നൈസിനങ്ങ് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ നമ്മുടെ സരയു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് പുള്ളിക്കാരത്തി. അങ്ങനെ നമ്മുടെ പെണ്ണും ചെറുക്കനും പോകാനായിട്ട് അവരുടെ വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ ശിവദാസനും എല്ലാവരും നമ്മുടെ വധൂവരന്മാരെയൊക്കെ നല്ല യാത്രയൊക്കെ കൊടുത്ത് വിടുകയാണ്. അങ്ങനെ പുറപ്പെടാൻ സമയമായി അവർ അങ്ങനെ പോവുകയാണ്. അതിനുശേഷമെന്ന് വെച്ചാൽ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശിവദാസൻ പറയുകയാണ്, ഭാര്യ വിലാസിനിയോട് പറയുകയാണ്, എന്തായാലും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ വിലാസിനി, അത് കാണുന്നതല്ലേ നമുക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സങ്കടപ്പെട്ട്
നിലവിളക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ വിലാസിനിയെ സമാധാനപ്പെടുത്തുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ മനോഹറാണ് പെൺകുട്ടിയെയും കൊണ്ട് വരികയാണ്. നമ്മുടെ മനോഹർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് അവിടെ കുറേ ആളുകൾ, അതായത് കാശ് കൊടുത്ത് നമ്മുടെ മനോഹർ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ടീമുകളാണ്. അവരവിടെ ഇങ്ങനെ നിലവിളക്കൊക്കെ ആയിട്ട് നമ്മുടെ പെൺകുട്ടിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ്, എൻ്റെ നിഷേ ദേ ആ നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതെൻ്റെ മാമിമാരാണ്, വകയിലെ മാമിമാരാണ്, നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹറിന് എന്ത് ചെയ്യുന്നെന്നോ, നിലവിളക്ക് കൊടുത്തിട്ട് നമ്മുടെ മനോഹറിനെയും പെൺകുട്ടിയെയും ആദ്യം ആരതി ഒഴിയുന്നു. അതിനുശേഷം നിലവിളക്ക് കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ നിഷയെ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ നിഷ വന്നിട്ട് പൂജാമുറി കൊണ്ടുവന്ന് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നിഷ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണിയും കിരണിനെയാണ്. കല്യാണി ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, കല്യാണി കല്യാണവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണം, കിരണേട്ടാ കല്യാണമൊക്കെ കണ്ടു, നമ്മൾ മാറി നിന്ന് ഒരു ഒഴിഞ്ഞ കോണി നിന്ന് കണ്ടു. ആദ്യം മേഘനയുടെ അമ്മ വഴക്കിനായിട്ട് വന്നു, പക്ഷേ ഞങ്ങളവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല, നമ്മൾ മാറി നിന്ന് കണ്ടു. പക്ഷേ പയ്യൻ്റെ മുഖം മാത്രം കാണാൻ പറ്റിയില്ല. എന്ത് പറ്റി? അതെ, പയ്യൻ വന്നതേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു, മുഖമൊക്കെ മറച്ച് വെച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല കിരണേട്ടാ. അതോ അത്രയേ ഉള്ളോ? അത് പയ്യനെന്താ മലയാളിയല്ലേ? മലയാളി ആണെന്നൊക്കെയാണ് അറിഞ്ഞത്, പക്ഷേ എന്തോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, അല്ല മേഘനയോട് എങ്ങനെയാണ് പെരുമാറിയത്? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക നല്ലത്. മേഘനയുടെ അമ്മ നന്നായിട്ട് വഴക്ക് പറഞ്ഞു മേഘനയെ. പിന്നെ മേഘനയുടെ ആഗ്രഹം കല്യാണം കാണണമെന്നായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങ് കൂടിയതാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കല്യാണി പറയണ, അതൊന്നും അല്ല കിരണേട്ട രസം. ഇല്ലല്ലോ അയാളില്ലേ അയലത്തെ വീട്ടിലെ ആള്, അയാളും ഉണ്ടായിരുന്നു അവിടെ കല്യാണത്തിന്. അത് പിന്നെ കാണാതിരിക്കുമോ? അന്ന് അയാളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്കല്ലേ ഇവിടെ മേഘനയെ കണ്ടപ്പോൾ അവരിങ്ങോട്ട് യുദ്ധത്തിനായിട്ട് വന്നത് എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അതിനുശേഷം കിരൺ ചോദിക്കുകയാണ്, അല്ല കല്യാണി ഇപ്പോൾ താനിവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണ, എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയണ, കല്യാണി നമുക്ക് 2 പേർക്കും കൂടി ചേർന്നിട്ട് ഇന്നൊരു പർച്ചേസിങ്ങിന് പോകണം എന്നിങ്ങനെ പറയണ. കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ നിനക്ക് വാങ്ങിക്കണം. എനിക്കോ? എന്തിനാ കിരണേട്ടാ? നല്ല ആള് തന്നെ. നിനക്ക് ആ ഒരു കോമ്പറ്റീഷന് പോകുന്ന കാര്യം നീ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇങ്ങനെ കല്യാണി പറഞ്ഞ, അയ്യോ കിരണേട്ടാ ഞാൻ മറന്നുപോയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയണ, എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഒരു കാര്യമുണ്ട് കല്യാണി, നമ്മൾ തീരുമാനിച്ചതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണി കാര്യം തിരക്കുകയാണ്. അപ്പോൾ കിരൺ പറയണ, എനിക്ക് നിനക്കൊപ്പം വരാൻ പറ്റില്ല കല്യാണി. കാര്യം എന്താണെന്ന് വെച്ചാൽ 3-4-5 കൊട്ടേഷനുണ്ട് അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനായിട്ട് എനിക്ക് പോവേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, നീ പോയാൽ മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ കല്യാണി ചോദിക്കണം, അതെങ്ങനെയാണ് കിരണേട്ടാ, ഞാൻ തനിച്ച് പോവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ കല്യാണി ഡൽഹി വരെ പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നിനക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ നിനക്ക് വേണ്ടിയിട്ട് നിന്നെ കൂടി ക്ഷണിച്ചു എന്നുള്ളതേ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കല്യാണി. നിനക്കതിന് സാധിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ പെയിൻറ്റിങ് മത്സരം കൂടിയുണ്ട്, അതിനും കൂടി നിനക്ക് മത്സരിക്കാം. അപ്പോഴുണ്ടല്ലോ നീ ഉറപ്പായിട്ടും വിജയിക്കും. ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ലെന്ന് കിരൺ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കല്യാണിയോട് ചോദിക്കുന്നത്, എന്താ കല്യാണി നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണേ, ഇല്ല കിരണേട്ടാ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പേടിയൊന്നുമില്ല, പക്ഷേ കിരണേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായേനെ, ആ ഒരു കാര്യമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തരികയാണ്. എന്തായാലും ഈ 19-ാം തീയതിയിലെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ്, വീഡിയോ ഇഷ്ടമാവുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ ഞാൻ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കൂ. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പിന്നെ പ്രൊമോ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.